കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സയന്റിസ്റ്റ് ആകുവാനുള്ള വ്യത്യസ്തമായ വഴികളിൽ മറ്റൊരു വഴിയാണ് നൈസർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് റിസർച്ച്, സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഐസറിൽ പറഞ്ഞതുപോലെ ഇവിടെയും 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BSc MSc പ്രോഗ്രാമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. നൈസറിലേക്ക് ജോയിൻ ചെയ്യുവാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. അതായത് ഐസറിൽ IAT എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. നെസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുവാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് +2 തത്തുല്യമായ എന്തെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. പാസ്സായ മാത്രം പോരാട്ടോ. മിനിമം ജനറൽ കാറ്റഗറി ആണെങ്കിൽ 60% മാർക്കും, SC/ST വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 50% മാർക്കുമാണ് മിനിമം നേടേണ്ടത്. ശ്രദ്ധിക്കുക, ഐസറിൽ SC/ST മിനിമം 55%. എന്നാൽ നൈസറിൽ അത് 50% മാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ. എക്സാം പക്ക CBT എക്സാമിനേഷൻ ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പക്ഷേ IATയും നെസ്റ്റും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെസ്റ്റിനകത്ത് MCQവും ഉണ്ട്, MSQവും ഉണ്ട്. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, MSQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് 60 മാർക്കിന്റെ 4 സെക്ഷനുകളായിട്ടാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ സെക്ഷനിലും 60 മാർക്ക് കൂടാതെ 20 ക്വസ്റ്റ്യനുകൾ അടങ്ങിയ 60 മാർക്കിന്റെ സെഷനുകളാണ്. ഓരോ സെഷനിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതായത് നമ്മളെ +1 +2 പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സിലബസിനെ ആസ്പദമാക്കിയാണ് ഈ MCQവും MSQവും ടെസ്റ്റുകൾ നടത്തുന്നത്. ആകെ മാർക്ക് എന്ന് പറയുന്നത് 60 × 4 240 മാർക്കാണ് ഈ എക്സാമിനേഷന്റെ മാക്സിമം സ്കോർ. നൈസർ ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട BSMS പ്രോഗ്രാമുകളാണ് ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ബയോളജിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്. നിങ്ങൾ ആലോചിക്കണം, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, അവർ പക്ക സയൻസ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസ്, എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, അങ്ങനെ മൊത്തം 257 സീറ്റുകളാണ് നൈസർ ഓഫർ ചെയ്യുന്നത്. അതിൽ 100 സീറ്റുകൾ മാത്രമാണ് നോൺ റിസർവേഷൻ സീറ്റുകളുള്ളത്. ബാക്കി 157 സീറ്റുകളും റിസർവേഷനാണ്. അപ്പോൾ എത്രമാത്രം ഡിഫിക്കൽട്ടാണ് ഈ എക്സാം ടാക്കിൾ ചെയ്യുക എന്നതും ഈ ഒരു സെന്ററിൽ ജോയിൻ ചെയ്യുക എന്നതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഐസറിൽ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ ഒരു ഡാറ്റ ഇല്ലെങ്കിലും 2025 നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 80-നും 90-നും ഇടയിലായിരിക്കും. കട്ട് ഓഫ് മാർക്കാണ് ഞാൻ പറയുന്നത്. OBC ആണെങ്കിൽ 70-നും 80-നും ഇടയിലായിരിക്കും. EWS ആണെങ്കിൽ 75-85-ന് ഇടയിലായിരിക്കും. SC ആണെങ്കിൽ 50-60-ന് ഇടയിലായിരിക്കും. ST ആണെങ്കിൽ 40-നും 50-നും ഇടയിലായിരിക്കും 2025 വരാൻ പോകുന്ന കട്ട് ഓഫ് മാർക്ക്. സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് CBS പൂനെ, CBS പൂനെയും നൈസറും ഒരുമിച്ചാണ് നെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നൈസർ പോലെ തന്നെ 5 years ഇന്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാമാണ് CBSഉം പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഏകദേശം ഇതേ മാനദണ്ഡത്തിൽ പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് മേഖലയിലേക്കുള്ള 3 സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഐസർ, 2 നൈസർ, മറ്റൊന്ന് CBS. ഇനിയും നമുക്ക് വരാനുള്ള ദിവസങ്ങളിൽ റിസർച്ച് മേഖലയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുവാനുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. സൈനിങ് ഓഫ്.